അപ്പോൾ ശ്രീമാൻ സുചന്ദ്രൻ ഇന്നും നമുക്കൊപ്പം ഉണ്ട് പ്രസ് സ്റ്റോപ്പിൽ. മിസ്റ്റർ സുചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. തെരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയാണ് പത്രങ്ങൾ നിറയെ. അപ്പോൾ ഉച്ചകോടിയിൽ നടന്നൊരു വലിയ തട്ടിപ്പിൻ്റെ വാർത്ത ഒട്ടുമിക്ക പത്രങ്ങളിലും പ്രധാനപ്പെട്ട വാർത്തയാണ്. നേരെ വാർത്തകളിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് റമസാൻ വ്രതം ഇന്നു മുതൽ തുടങ്ങുന്നു. മനോരമയിലെ ആദ്യത്തെ തലക്കെട്ടിന് തൊട്ട് താഴെ തന്നെ അതുണ്ട്. സംസ്ഥാനത്തെ പള്ളികളിൽ ഇന്നലെ രാത്രി മുതൽ റംസാൻ പ്രാർത്ഥനകൾക്ക് തുടക്കമായി. വിശ്വാസികൾക്ക് സംസ്കരണത്തിൻ്റെ സമയമാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും, പ്രസ് സ്റ്റോപ്പ് ന്യൂസ് മലയാളം പ്രേക്ഷകർക്കും റംസാൻ ആശംസകൾ. റംസാൻ വ്രതത്തിൻ്റെ പുണ്യകാലത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. മനോരമയിലെ ഒന്നാമത്തെ വാർത്ത, ആദ്യം പറഞ്ഞ വാർത്ത തന്നെയാണ്. നയതന്ത്രം പൊളിഞ്ഞു എന്നാണ്. നയതന്ത്രം അല്ല, നായതന്ത്രം. എന്താണെന്ന് വെച്ചാൽ ചൈനീസ് യന്ത്രനായുമായി എത്തിയ സ്വകാര്യ സർവകലാശാലയെ ഉച്ചകോടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. ചൈനീസ് കമ്പനിയിൽ നിന്ന് വാങ്ങിയ ഒരു റോബോട്ടിക് നായയെ സ്വന്തം അവതരണമാക്കി അവതരിപ്പിക്കുകയായിരുന്നു ഒരു സർവകലാശാല. ഗ്രേറ്റർ നോയിഡയിലെ ഗോട്ടിയാസ് സ്വകാര്യ സർവകലാശാലയാണ്. ഇതിനൊരു പേരൊക്കെ ഇട്ടിട്ടാണ് കൊണ്ട് അവതരിപ്പിച്ചത്. അവസാനം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഇന്ത്യൻ നിർമ്മിത നായയൊന്നുമല്ല, സർവകലാശാലയിൽ ഉണ്ടാക്കിയതുമല്ല, ഇത് ചൈനയിൽ നിന്ന് വാങ്ങിയ നായയെ സ്വന്തം രീതിയിൽ അവതരിപ്പിക്കുകയായിരുന്നു. ഇത് നാടകീയമായി ഇവരെ പുറത്താക്കി എന്നാണ് പറയുന്നത്. അതായത് രാജ്യത്തലവന്മാരും ടെക് സിഇഒമാരും ഒക്കെ പങ്കെടുക്കുന്ന വലിയ പ്രധാനപ്പെട്ട ഉച്ചകോടിയാണ്. അവിടെ നിന്ന് അവസാനം ഇവരുടെ പവലിയനിലേക്കുള്ള ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യുകയാണ്. ഇവരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടും പോയില്ല എന്നുള്ളതാണ് മനോരമയിലെ വാർത്ത. ഇതിൻ്റെ പിന്നാമ്പുറ കഥയുണ്ട്. അശ്വിനി വൈഷ്ണവ് കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ കണ്ടുപിടുത്തമാണിതെന്ന മട്ടിൽ ഈ നായയുടെ വീഡിയോ എക്സിൽ പങ്കുവച്ചിരുന്നു. ഒപ്പം ദൂരദർശനിൽ ഈ സർവകലാശാല പ്രതിനിധി നേഹ സിംഗ് ഇത് ഞങ്ങളുടെ കണ്ടുപിടുത്തമാണെന്ന മട്ടിൽ അവതരിപ്പിക്കുന്നത് ഒരു കുസൃതിക്കാരനായ നായയാണെന്നൊക്കെ തമാശ പറയുന്നു. അവതാരകൻ ചിരിക്കുന്നു. അങ്ങനെ ഇന്ത്യൻ നിർമ്മിത നായ അവസാനം ചൈനീസ് നിർമ്മിത നായയായി മാറിയ വാർത്ത പല പത്രങ്ങളിലും ഇന്നുണ്ട്. മനോരമയിൽ അത് ഒന്നാം പേജിൽ തന്നെയുണ്ട്. പെട്ടിക്കട എത്ര ഭേദമെന്നാണ് മനോരമയുടെ മറ്റൊരു വാർത്ത. അതായത് ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ്. ഒരു പെട്ടിക്കട നടത്തുന്നയാൾ പോലും ഇതിനേക്കാൾ മെച്ചമായ രീതിയിൽ കണക്കുകൾ സൂക്ഷിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ആടിയ ശിഷ്ടം നെയ്യ് വിൽപ്പന സംബന്ധിച്ച കേസിലായിരുന്നു ഈ വിമർശനം. അക്കൗണ്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സുതാര്യമായ സംവിധാനം നടപ്പാക്കുന്നതിന് സമയബന്ധിതമായ പദ്ധതി കോടതിയിൽ ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശിക്കുന്ന വാർത്തയുണ്ട്. 14-ാം പേജിലേക്ക് പോയാൽ സ്പോർട്സ് വാർത്ത നോക്കുകയാണെങ്കിൽ ശുഭം ദുബൈ എന്ന മനോരമയുടെ തനിമയുള്ള തലക്കെട്ട്. നെതർലൻഡ്സിനെതിരെ ഇന്ത്യക്ക് 17 റൺസ് ജയം എന്ന കായിക വാർത്തയ്ക്കാണ്, ലോകകപ്പ് വാർത്തയ്ക്കാണ് തലക്കെട്ട്. ശുഭം ദുബൈ 66 റൺസ് അടിച്ച് പ്ലെയർ ഓഫ് ദ മാച്ചായി. അഭിഷേകിന് തെറ്റുമ്പോൾ എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇൻസെറ്റ് വാർത്തയുണ്ട്. തുടർച്ചയായി 3-ാം മത്സരത്തിലും 0-ന് പുറത്തായി അഭിഷേക് ശർമ്മ എന്ന വാർത്ത. ശുഭം ദുബൈ ആക്കിയിട്ടുണ്ട് മനോരമ. മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ ബാറടി സമയം എന്നാണ് ഒന്നാമത്തെ തലക്കെട്ട്. ബാറിൻ്റെ പേരിൽ വീണ്ടും പോര്. അപ്പോൾ ഈ കുടി കൂട്ടിയ സമയത്തിൽ നടക്കുന്ന കൂട്ടയടിയെക്കുറിച്ചാണ് ആ വാർത്ത. അനുമതിക്ക് വേണ്ടി വന്നത് വെറും 49.5 മണിക്കൂർ ആണ് ഈ ബാർ സമയം കൂട്ടാൻ എന്ന് പറയുന്നു. മിന്നൽ വേഗത്തിൽ ജനുവരി 29 സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ദിവസം ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടാനുള്ള അപേക്ഷ മന്ത്രി എം പി രാജേഷിൻ്റെ പരിഗണനയിൽ വരുന്നു. 3:43 ഫയൽ മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു. ജനുവരി 11 5:15 പ്രവർത്തന സമയം നീട്ടാനുള്ള അനുമതി മുഖ്യമന്ത്രി നൽകുന്നു. ഫെബ്രുവരി 17 ഉത്തരവാകുന്നു. അങ്ങനെ ആകെ 49.5 മണിക്കൂർ ഈ തീരുമാനത്തിന് വേണ്ടി വന്നുള്ളൂ എന്നാണ് പറയുന്നത്. പ്രതിപക്ഷവും അറിഞ്ഞിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞ കാര്യം ഇതിൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഡീലാണ് ക്രൈസ്തവ സഭകൾ ആരോപിക്കുന്നത്. പ്രതിപക്ഷവും ഈ ഒരു ഡീലിൽ വെള്ളം ചേർത്തോ, ബാർ ഉടമകളുടെ സ്വാധീനത്തിൽ പ്രതിപക്ഷവും വഴങ്ങിയോ എന്ന സംശയവും ഈ വാർത്തയ്ക്കൊപ്പം മാതൃഭൂമി ചോദിക്കുന്നുണ്ട്. മറ്റൊരു വാർത്ത 10-ാം പേജിലേക്ക് പോവുകയാണെങ്കിൽ TV ചർച്ചയുടെ മാതൃകയിൽ CPM തെരഞ്ഞെടുപ്പ് ചർച്ചകൾ തുടങ്ങാൻ പോകുന്നു. നേരത്തെ ചിത്രീകരിക്കുന്ന ചർച്ചകൾ പുറത്തേക്ക് വരുത്താൻ പോകുന്നു എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനും TV ചർച്ചകളുടെ മാതൃകയിൽ സംവാദങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് CPM. പാർട്ടിയുടെ സാമൂഹിക മാധ്യമ വിഭാഗമാണ് മുൻകൈ എടുക്കുന്നത്. പാർട്ടിയുടെ സാമൂഹിക മാധ്യമ ചുമതല നിർവഹിക്കുന്ന മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാർ ആയിരിക്കും ഇതിന് നേതൃത്വം കൊടുക്കുക. ടെലിവിഷനുകളിൽ വരുന്ന മാതിരി ഗസ്റ്റുകളെ, അതിൽ പൂർണ്ണമായിട്ടും പാർട്ടി വിരുദ്ധരായിട്ടുള്ള CPM വിരുദ്ധരായിട്ടുള്ള ഗസ്റ്റുകളെ കൊണ്ടുവരില്ലെങ്കിലും വിഭിന്ന അഭിപ്രായങ്ങൾക്ക് കൂടി അവസരം നൽകി അതിന് മറുപടി കൊടുക്കുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ രൂപം എന്നാണ് പറയുന്നത്. സച്ചിദാനന്ദൻ്റെ വിമർശനമാണ് പ്രമേയമാകുന്ന ചർച്ചയാണ് ആദ്യമായി ചിത്രീകരിച്ചതെന്ന് പറയുന്നു. അങ്ങനെ ഇത് സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലൂടെയൊക്കെ ടെലിവിഷൻ മാതൃകയിലുള്ള ചർച്ചാ മാതൃകയിലുള്ള ഈ ചർച്ച ഉടൻ പ്രേക്ഷകരിലേക്ക് എത്തും
പാർട്ടി പ്രചാരണ ഉപാധിയായി. ആദ്യ പട്ടിക തയ്യാറാക്കി കോൺഗ്രസും BJPയും എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. ധൃതി കാട്ടാതെ ഇടതുമുന്നണി ഇരിക്കുകയാണ്. കോൺഗ്രസും BJPയും ആദ്യഘട്ട സ്ഥാനാർത്ഥിത്വ പട്ടിക പ്രഖ്യാപിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അത്ര തിരക്കില്ലാതെ ഇരിക്കുന്നു CPM എന്നുള്ള വാർത്ത. സണ്ണി വക്കീൽ മത്സരിക്കും, ചുമതല ഒഴിയില്ല KPCC പ്രസിഡന്റ് എന്നുള്ള വാർത്തയുണ്ട്. ഒപ്പം നിലവിൽ ആരൊക്കെ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെ ആയിരിക്കും പ്രധാന നേതൃത്വമൊക്കെ മത്സരിക്കുക എന്നുള്ള വാർത്ത. മുരളിക്കെതിരെ പത്മജ വരുമോ എന്ന് മറ്റൊരു വാർത്ത. അങ്ങനെ വിശദമായ വാർത്ത ഈ മാതൃഭൂമിയുടെ 10ാം പേജിലുണ്ട്. ഒപ്പം അനുബന്ധമായി സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് അറിയില്ല എന്ന് VS അരുൺകുമാർ പറഞ്ഞത്. ഷാഫി കഴിഞ്ഞ ദിവസം പ്രകോപിതനാകരുതായിരുന്നു എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞതടക്കം തെരഞ്ഞെടുപ്പ് വാർത്തകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പത്രങ്ങളുടെ അകത്താളുകൾ. പ്രധാനമായിട്ടും പുറത്താളുകളിൽ കുറച്ച് വിവാദങ്ങളും മറ്റും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കേരള കൗമുദിയിൽ പാവം രോഗികൾ എന്ത് പിഴച്ചു എന്ന് ചോദിക്കുന്നു. മറ്റ് പത്രങ്ങൾ നൽകാത്ത ഒരു പ്രധാന വാർത്തയാണ് തലക്കെട്ടായി മുഖ്യവാർത്തയായി നൽകിയിരിക്കുന്നത്. ഡോക്ടർ സമരത്തോട് മുഖം തിരിക്കുകയാണ് സർക്കാർ. ഡോക്ടർമാരുടെ സമരത്തോട് സർക്കാർ മെല്ലെപ്പൊക്ക് സമീപനം സ്വീകരിച്ചതോടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം സ്തംഭനത്തിലേക്ക് നീങ്ങുന്നു എന്ന് കേരള കൗമുദി മുന്നറിയിപ്പ് നൽകുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. OP ഡ്യൂട്ടി അനിശ്ചിതകാലത്തേക്ക് ബഹിഷ്കരിച്ചതിന് പുറമെ ഇന്ന് മുതൽ അടിയന്തര ശസ്ത്രക്രിയകളും മുടങ്ങും. ഈ ഡോക്ടർമാരുടെയും നഴ്സിംഗ് ട്യൂട്ടർമാരുടെയും ഒക്കെ കുടിശ്ശിക തീർക്കാൻ 400 കോടി രൂപയാണ് വേണ്ടത്. മെഡിക്കൽ കോളേജുകളിൽ ഇന്നു മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളില്ല എന്ന ഗൗരവപ്പെട്ട സാഹചര്യവും ഉണ്ട്. കേരള കൗമുദിയുടെ 4ാമത്തെ പേജിലേക്ക് പോവുകയാണെങ്കിൽ അപ്പവും മരവണയും ഏതു കണക്കിൽ എന്ന് ചോദിക്കുന്നു കേരള കൗമുദി. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിന് വീണ്ടും ഒരു ചെറിയ കുരുക്കൽ ഒരു പ്രധാനപ്പെട്ട കുരുക്ക് തന്നെയുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ചെലവ് 4.99 കോടിയായി പരിമിതപ്പെടുത്തിയെങ്കിലും വിതരണം ചെയ്ത ഉണ്ണിയപ്പവും അരവണയും നെയ്യും ഏത് കണക്കിൽപ്പെടുത്തുമെന്ന് അറിയാതെ ഉഴറുകയാണ് ദേവസ്വം വകുപ്പ് എന്ന് പറയുന്നു. അതായത് ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ വന്നവർക്കെല്ലാം അരവണയും പ്രസാദമായ അപ്പവും അരവണയും ഒപ്പം ആടിയ ശിഷ്ടം നെയ്യും വിഭൂതിയും മഞ്ഞളും എല്ലാം നൽകി 4100 പാക്കറ്റ് തയ്യാറാക്കിയിരുന്നതിന് 12 ലക്ഷം രൂപ വില വരും. ഇനി പുതിയൊരു സ്പോൺസറെ ആ ഒരു തുകയ്ക്ക് കൂടി കണ്ടെത്തിയില്ലെങ്കിൽ ഈ തുക അടയ്ക്കാനാവില്ല. അതെവിടെ ചേർക്കും എന്നാണ് കേരള കൗമുദി ചോദിക്കുന്നത്. ദേശാഭിമാനിയിലേക്ക് വരികയാണെങ്കിൽ 2 അറസ്റ്റാണ് 1ാം പേജിൽ വലിയ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. PFI ആയുധ പരിശീലകൻ മൊയ്തീൻ കുട്ടി അറസ്റ്റിലായി. നിരോധിത സംഘടന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും സായുധ പരിശീലന വിഭാഗം കോർഡിനേറ്ററുമായിരുന്ന മലപ്പുറം വളാഞ്ചേരി സ്വദേശി മൊയ്തീൻ കുട്ടി കൊച്ചി വിമാനത്താവളത്തിൽ അറസ്റ്റിലായി. വിദേശത്ത് നിന്നെത്തിയ ഇയാളെ NIA ആണ് അറസ്റ്റ് ചെയ്തത്. കൊച്ചി NIA കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്നുള്ള വാർത്ത. മറ്റൊന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റിമാൻഡിലായ വാർത്തയാണ്. സ്വകാര്യ സ്കൂൾ ജീവനക്കാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഉറ്റ അനുയായിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നു. സ്വകാര്യ ചിത്രങ്ങൾ ആവശ്യപ്പെട്ടും ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചും നിരന്തരമായി ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഈ സ്ത്രീയെ മാനസികമായി ബുദ്ധിമുട്ടിക്കുകയായിരുന്നു എന്ന് അവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഏതായാലും ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഉറ്റ അനുയായിയാണെന്ന ഒരു ആരോപണം കൂടി ഇന്നത്തെ ദേശാഭിമാനിയിലുണ്ട്. മംഗളത്തിലേക്ക് വരികയാണെങ്കിൽ BJPക്ക് ആദ്യഘട്ട പട്ടികയായി എന്നുള്ള ഒരു വാർത്ത മംഗളത്തിൻ്റെ മുൻ പേജിൽ തന്നെയുണ്ട്. രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ, K സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, ഷോൺ ജോർജ്, C കൃഷ്ണകുമാർ എന്നിവരുടെയൊക്കെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ എന്തായാലും മത്സരിക്കുമെന്നറിയാം. ഏകദേശം എവിടെയൊക്കെ ആയിരിക്കും ഇവർ മത്സരിക്കുക എന്ന ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നണികൾ ഒരുക്കങ്ങൾ സജീവമായിരിക്കെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി BJP ഒരുപടി മുന്നിലെത്തിയിരിക്കുന്നു. പാർട്ടിക്ക് ഏറെ സ്വാധീനമുള്ള എൽ ക്ലാസ് മണ്ഡലങ്ങളായ 30 സീറ്റുകളിലാണ് ധാരണയായത്. പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് കൈമാറി. പ്രഖ്യാപനം ഡൽഹിയിൽ നടക്കും എന്ന് മംഗളം പറയുന്നു. ജന്മഭൂമിയിലേക്ക് വരികയാണെങ്കിൽ ലക്ഷ്യം കോടികളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നൊരു ഊഹാപോഹ വാർത്തയാണ് പ്രധാന വാർത്ത. രാപ്പകൽ മദ്യവിൽപ്പന നടക്കും. അതിൽ എതിരഭിപ്രായമുണ്ട്. വിവിധ കക്ഷികൾക്ക് കോടികളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ആണ് ഇതിലൂടെ എത്തുന്നത്. കുടുംബങ്ങളെ ശിഥിലമാക്കുമെന്ന് തുടങ്ങി ബാർ സമയം കുടിസമയം കൂട്ടിയതിനെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട വാർത്ത ജന്മഭൂമി 1ാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. വീക്ഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ AKG സെൻറ്റർ ഏൽക്കുമോ എന്നാണ് ഒരു
കാരിക്കേച്ചറിനൊപ്പം ചോദിക്കുന്നത്. അതായത് നവകേരള സർവേ എന്ന സർക്കസിലൂടെ 20 കോടി രൂപ ചെലവാക്കിയിരിക്കുന്നത് ആര് തിരിച്ചടയ്ക്കും? AKG സെൻറ്റർ ഈ ചെലവേൽക്കുമോ? ചൂട്ടുപിടിച്ച PRD പ്രതിസന്ധിയിലായിരിക്കുന്നു. ഹൈക്കോടതി വിധിക്ക് മുമ്പേ തന്നെ ഈ സർവേ പൊളിഞ്ഞിരുന്നു എന്ന് വീക്ഷണം പറയുന്നു. 85 ലക്ഷം വീടുകളാണ് ലക്ഷ്യമിട്ടത് കയറിയത്, 6 ലക്ഷത്തിൽ താഴെ. ഇത് എന്ത് വിധി, ഇത് വല്ലാത്ത ചതി ഇത് എന്നൊക്കെ ആ വാർത്തയിൽ വീക്ഷണം ആക്ഷേപസ്വരത്തിൽ തന്നെ പരിഹസിക്കുന്നുണ്ട്, അതിനിശിതമായി വിമർശിക്കുന്നുണ്ട്. ചന്ദ്രികയുടെ ഒന്നാമത്തെ വാർത്ത നോക്കിയാൽ മധ്യവർഗ സർക്കാർ എന്നാണ് പറയുന്നത്. മധ്യവർഗ സർക്കാർ. ബാറുകളുടെ സമയം നീട്ടിയത് മുന്നണി അറിയാതെ എന്നുള്ള വാർത്ത പുറത്തു വന്നതാണ്. അതൊന്നുകൂടി കൊടുക്കുന്നു ചന്ദ്രിക. മുഖ്യമന്ത്രിയുടെ മാത്രം തീരുമാനമാണിതെന്ന് ചന്ദ്രിക പറയുന്നു. മന്ത്രിസഭയും LDFും അറിഞ്ഞില്ല. ഫയൽ നീങ്ങിയത് അതിവേഗം, അത് നമ്മൾ നേരത്തെ കണ്ടു. ബാർ ഉടമകളുടെ ആവശ്യം അതേപടി അംഗീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എന്ന് ചന്ദ്രിക പറയുന്നു. ജനയുഗത്തിലേക്ക് വരികയാണെങ്കിൽ ഗോളാന്തര നാണക്കേട് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞ വാർത്തയുണ്ടല്ലോ, സാർവദേശീയ ഉച്ചകോടിയിൽ AI ഷോക്ക്, ഗോളാന്തര നാണക്കേട്, ചൈനീസ് റോബോട്ടിനെ തദ്ദേശീയമാക്കിയെന്ന വാർത്ത ഒന്നാമത്തെ പ്രധാന വാർത്തയായി തന്നെ അവർ നൽകിയിരിക്കുന്നു. നോയിഡ ആസ്ഥാനമായുള്ള ഗൽഗോട്ടിയ സർവകലാശാലയെ നമ്മൾ പറഞ്ഞു സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ സിംഗിൾ കോട്ട്സ് ആണ് പറയുന്നത്, വികസിപ്പിച്ചെടുത്ത ഇൻ സിംഗിൾ കോട്ട്സ്. അങ്ങനെ രാജ്യത്തിന് നാണക്കേടായ ഇത് ശരിക്കും ആ കമ്പനികളുടെ പേരടക്കം പറയുന്നുണ്ട്. ചൈനീസ് കമ്പനിയായ യൂണിട്രി റോബോട്ടിക്സിൻ്റെ റോബോഡോഗ് ആയിരുന്നു ഇതിനെ ഓറിയോൺ എന്ന മറ്റൊരു പേരിട്ടൊക്കെയാണ് അവതരിപ്പിച്ചത്. ഒരു ഡ്രോണും ഇതേപോലെ ഇറക്കുമതി ചെയ്ത് AI പവലിയനുകളിൽ വെച്ചിട്ടുണ്ട് എന്ന് ജനയുഗം പത്രത്തിൽ പറയുന്നു. മാധ്യമത്തിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത മഹാരാഷ്ട്രയിലെ മുസ്ലിം സംവരണം റദ്ദാക്കിയ വാർത്തയാണ്. കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയ 5% വിദ്യാഭ്യാസ സംവരണം BJP സർക്കാർ എത്തിയതോടെ റദ്ദാക്കിയിരിക്കുന്നു. മുസ്ലിം സമുദായത്തിലെ നെയ്ത്തുകാർ, കശാപ്പുകാർ, ഭക്ഷ്യെണ്ണ വേർതിരിക്കുന്നവർ, മത്സ്യത്തൊഴിലാളികൾ ഇവർക്കൊക്കെയായി ഏർപ്പെടുത്തിയിരുന്ന പ്രത്യേക സംവരണം BJP വന്നതോടെ റദ്ദാക്കിയ വാർത്താ മാധ്യമത്തിലുണ്ട്. ഒപ്പം ഭിന്നശേഷി അധ്യാപകരുടെ 20,000 അധ്യാപകർക്ക് നിയമന അംഗീകാരം എന്നൊക്കെയുള്ള വാർത്ത എല്ലാ വാർത്താ മാധ്യമത്തിലുണ്ട്. നമ്മളൊക്കെ കണ്ട വാർത്തയായതുകൊണ്ടാണ് അതിലേക്ക് കൂടുതൽ പോകാത്തത്. സുപ്രഭാതത്തിൻ്റെ ഒന്നാമത്തെ തലക്കെട്ട് വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി അധിനിവേശം വ്യാപിപ്പിക്കാൻ ആണ് ഇസ്രായേൽ ഒരുങ്ങുന്നത്. ഇതിൽ മിണ്ടാതെ ഇരിക്കുകയാണ് ഇന്ത്യ. നടപടി അടുത്തയാഴ്ച പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിക്കാനിരിക്കെയാണ്. അങ്ങനെ വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി ഈ അധിനിവേശം വ്യാപിപ്പിക്കുന്ന ഈ തീരുമാനത്തെ 85 ലോകരാജ്യങ്ങൾ എതിർക്കുമ്പോഴും ഇസ്രായേൽ സന്ദർശിക്കാനിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സാഹചര്യത്തിലും ഇന്ത്യ ഈ വിഷയത്തിൽ ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് അവസാനമായി. സിറാജ് എടുത്താൽ ഒന്നുകൂടി ഇനി വ്രതവിശുദ്ധിയുടെ പകലിരവുകളാണ്. വ്രതവിശുദ്ധിയുടെ പകലിരവുകൾ ആഗതമായി വിശ്വാസികളുടെ ആത്മനിർവൃതിയുടെ കാലമാണ്. അനുഗ്രഹങ്ങളുടെ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. പകുത്തുകൊടുക്കലിൻ്റെ സമയമാണ്. ഒരിക്കൽ കൂടി റംസാൻ കാലത്തിൻ്റെ എല്ലാ നന്മകളും ആശംസകളും പ്രേക്ഷകർക്ക് നേരുന്നു. ഒപ്പം ഒരു പ്രാർത്ഥനാ നിർഭരമായ പള്ളിക്കുള്ളിൽ ഒരു ഭക്തൻ വളപട്ടണം പള്ളിയിൽ നിന്നുള്ള എടുത്ത ചിത്രവുമുണ്ട്. സേതു. ഓക്കെ, ശരി സുചന്ദ്രൻ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പം